blessing today. യേശുക്രിസ്തു എല്ലാവർക്കും എല്ലാ മതക്കാർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോഗ്രാം കാണണം. ഇത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. This program is sponsored by ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് രണ്ട് വ്യക്തികൾ കൂടി ചേർന്നിട്ടാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രണ്ട് വ്യക്തികൾ, പൂനെയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ രണ്ട് വ്യക്തികൾക്കായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂനെയിൽ നിന്നുള്ള ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബർത്ത്ഡേ നാളെയാണല്ലോ. കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, തൻ്റെ മകൾക്കായി മകനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. അപ്പോൾ തന്നെ മകൾക്ക് MBBS നല്ലൊരു അഡ്മിഷൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുണ്ടാകട്ടെ, രോഗസൗഖ്യമുണ്ടാകട്ടെ. അപ്പോൾ തന്നെ എല്ലാം നന്മകളാലും നിറയപ്പെട്ട് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ നടത്തുന്ന ആ നഴ്സറി സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അതിനെ അനുഗ്രഹിക്കണമേ, അതിനെ വിപുലമാക്കണമേ കർത്താവെ. മഹാരാഷ്ട്രയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹോദരനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ നന്മകളാലും, ബിസിനസ്സിലും അതുപോലെ തന്നെ കർത്താവെ, എല്ലാ കാര്യത്തിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. തൻ്റെ സ്റ്റാഫ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഓഫീസിന് കർത്താവെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇപ്പോൾ താൻ പ്രഗ്നൻ്റ് ആണല്ലോ, നല്ല ഒരു കുഞ്ഞിനെ നൽകി, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. രണ്ട് സൈഡിലുമുള്ള പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ആരോഗ്യത്തെ കൊടുക്കണമേ, ആയുസ്സിനെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരന്മാരെ കൂടെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ പ്രത്യേകമായി നന്ദിയെ അറിയിക്കുന്ന. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചങ്ങനാശ്ശേരി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരീക്കത്തിൽ ഓഡിറ്റോറിയം, അമൃത, KSRTC ബസ് സ്റ്റാൻഡിന് പുറകുവശം, TB റോഡ്, ചങ്ങനാശ്ശേരി. പുനലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 27 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. ഈ സഹോദരന് ഉണ്ടായ അസുഖം എന്ന് പറയുന്നത് സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ്. ഈ അസുഖം 1000-ൽ ആൾക്ക് മാത്രമേ ഇത് കാണുകയുള്ളൂ. സാധാരണ ആഫ്രിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇത് സാധാരണയായി കാണുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷണം? ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് റെഡ് ബ്ലഡ് സെൽസ് അതിൻ്റെ ഷേപ്പ് വല്ലാതായിട്ട്, ഹീമോഗ്ലോബിൻ, ഇങ്ങനെയുള്ളവരുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ അത് സാധാരണയുള്ള അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഹീമോഗ്ലോബിനാണ്. അതുകൊണ്ട് ചെറിയ വെയിനിലൂടെ ഒന്നും ഇത് കടന്നു പോകില്ല. അതുമൂലം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്ത ഓട്ടം, അത് സർക്കുലേഷൻ വളരെ കുറവായിരിക്കും. ഈ അസുഖം വരുന്ന ഇതുകൊണ്ട് ശരീരം മുഴുവൻ വേദനയായിരിക്കും. ഏതെങ്കിലും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് വേദന, ബ്ലഡ് എത്താത്തത് കൊണ്ട് എവിടുന്നെങ്കിലും വേദന തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരം മുഴുവൻ വേദനയായതിനു ശേഷം കിടന്ന കിടപ്പിൽ തന്നെ കിടക്കും. എഴുന്നേറ്റ് പോകാനോ ചലിക്കാനോ ഒന്നും കഴിയാതെ ഭയങ്കരമായ വേദനയിൽ അനങ്ങാതെ ഇങ്ങനെ കിടക്കും. ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ വരുന്നുകൊണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ 14ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ഒരു അസുഖമാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 41 വയസ്സ്. 41 വയസ്സ്.
ഇത്രയും വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുകയായിരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തെ അനങ്ങാൻ പറ്റൂല. 3-4 പേർ ചേർന്ന് ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലും. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് ഓക്സിജൻ കൊടുക്കും. ഓക്സിജൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും ബ്ലഡ് സെൽസ് അത് സർക്കുലേറ്റ് ചെയ്യും. ഒരു 3-4 മണിക്കൂർ അങ്ങനെ കിടക്കും, ചിലപ്പോൾ 2-3 ദിവസങ്ങൾ കിടക്കും. ഗ്ലൂക്കോസ് കുത്തിവെക്കും. അങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇങ്ങനെ ഇത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി, ജീവിതചര്യയായിട്ട് ഇത് മാറി. ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് കഴിഞ്ഞ 2013 നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ ഇദ്ദേഹം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഷെമാൻഡ് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞത്, രക്തസംബന്ധമായ അസുഖങ്ങളുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ് ഈ സഹോദരൻ ആ സമയത്ത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. സഹോദരൻ പറയാ, അതിനുശേഷം ഇതുവരെ അങ്ങനെയുള്ളൊരു വേദന വന്നിട്ടില്ല. ഇതുവരെ ഹോസ്പിറ്റലിൽ ആ വേദനയുമായി ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയിട്ടില്ല. അദ്ദേഹം പറയുന്ന കർത്താവ് പൂർണ്ണമായി അദ്ദേഹത്തെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ബ്രദറെ, ഇവിടെ എല്ലാവരും കൈയടിച്ചു, പക്ഷെ ബ്രദറിന്റെ വാക്കുകളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എനിക്കറിയാം ഈ ഒരു അസുഖത്തിൻ്റെ തീവ്രത. ഒരിക്കൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 3 മാസങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുടുംബം വന്നിട്ട് ഇതേ അസുഖം തന്നെ വന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്നെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജോയിൻറ്റ് ഫുള്ള് വേദനയായിരിക്കും, നമുക്ക് ശരീരം അനക്കാൻ വയ്യ. ഞാൻ UAE വർക്ക് ചെയ്യുകയാണ്, സിമെന്റ് ഫാക്ടറി വർക്ക് ചെയ്യുന്ന വ്യക്തി. UAE വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ജോലിക്ക് പോകുന്നതിൻ്റെ സമയത്തിൽ TV കണ്ട സമയത്ത് ഞങ്ങൾ ഇത് ബ്ലെസ്സിംഗ് ടുഡേ വെക്കും. അപ്പോഴാണ് പറഞ്ഞത് രക്തസംബന്ധമായ ഒരു വ്യക്തിനെ ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടങ്ങ് പോയി. പക്ഷേ അതിനുശേഷം ഞാൻ തലയാഴ്ചയിൽ ഞാൻ അവിടുത്തെ വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. UAE അത് അവിടെ എൻ്റെ വൈഫുണ്ട്, കുഞ്ഞുണ്ട്. അതിനുശേഷം 1 വർഷമായി ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങ് കൊടുത്ത ഈ വലിയ സൗഖ്യത്തിനായി നന്ദി. അങ്ങയുടെ വലിയ അത്ഭുതങ്ങൾ കർത്താവെ അങ്ങ് മകനെ വെളിപ്പെടുത്തി കാണിച്ചതിനായി നന്ദി. ഇനിയും കർത്താവിൻ്റെ വഴിയിൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ കൃപ കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ജനം ചേർന്ന് ആമേൻ പറഞ്ഞാലോ. പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള 39 പുസ്തകങ്ങളിൽ ആ പുസ്തകങ്ങളെല്ലാം ചേർത്തെടുത്താൽ അതിനെ നമുക്ക് നിഴൽ എന്ന് പറയാം. എല്ലാവരും പറഞ്ഞ നിഴലാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു നിഴൽ മാത്രമാണ് പഴയ നിയമ പുസ്തകങ്ങളിൽ നാം കാണുന്നത്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ കാണുന്ന കഥാപാത്രങ്ങൾ, ആദം, കേൾക്കുന്നുണ്ട്, ഹവ്വ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ്, ദാനിയേൽ, ദാവീദ്, മോശെ തുടങ്ങി ഉള്ള കഥാപാത്രങ്ങൾ, ഇതെല്ലാം വരാനിരിക്കുന്ന പുതിയ നിയമത്തിലെ പലതിൻ്റെയും ഒരു നിഴലാണ്. എല്ലാവരും പറഞ്ഞ നിഴൽ. ഹല്ലേലൂയ. ഇനി സംഭവിച്ച സംഭവങ്ങൾ പലതും സംഭവിച്ചു. ഏദൻ തോട്ടത്തിൽ ചിലത് സംഭവിച്ചു. മെസൊപ്പൊട്ടോമിയയിൽ പല കാര്യങ്ങളും, ആ നദീതട സംസ്കാരത്തിൽ പലതും സംഭവിച്ചു. മോശയുടെ ശുശ്രൂഷയുടെ സമയത്ത് പലതും സംഭവിച്ചു. സംഭവങ്ങൾ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ, മിസ്രായീം എന്ന് പറയുന്ന രാജ്യത്ത് അടിമകളായി കിടന്നത്, അവിടെ നിന്നും ചെങ്കടലിലൂടെ പുറത്തു വന്നത്, മരുഭൂമിയിലൂടെ പോകുന്നത്, ഇതെല്ലാം വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു നിഴൽ മാത്രമാണ്. എത്ര പേർ ഹല്ലേലൂയ പറയും? നിഴലുള്ളവരൊക്കെ ഒന്ന് കൈവർത്തി കാണിക്കാം. നിങ്ങൾക്കൊരു നിഴലുണ്ട്, അങ്ങനെയുള്ളവരൊന്ന് കൈവർത്തി കാണിക്കാം. ഉണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കിയാൽ മതി. ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്കിവിടെ ഒരു നിഴലുണ്ട്, നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ നിഴലുണ്ടാവും. വെളിച്ചമുണ്ടെങ്കിൽ ഒരു നിഴൽ കാണും. ഒരു നിഴലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. നിഴലല്ല യാഥാർത്ഥ്യം, നിങ്ങളാണ് യാഥാർത്ഥ്യം.
മനസ്സിലായി വരുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം, കൂടുതൽ മനസ്സിലാവും. ഹല്ലേലൂയ. എനിക്കൊരു നിഴലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ എന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഉണ്ട്, എനിക്കൊരു ഉണ്മയുണ്ട്, ഞാൻ യാഥാർത്ഥ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ നിയമത്തിൽ നിഴലാണ്, പഴയ നിയമത്തിൽ ഒത്തിരി നിഴലുകളുണ്ട്. വരാനിരിക്കുന്ന പലതിൻ്റെ നിഴലാണ് എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലാക്കും? പൊരുൾ വരുന്നുണ്ട്, യാഥാർത്ഥ്യം ഇതാ മുൻപിൽ നിൽക്കുന്നുണ്ട്. പഴയ നിയമം മുഴുവൻ ഒരു നിഴൽ മാത്രമാണ്. പഴയ നിയമത്തിൽ നടന്ന എല്ലാ യാഗങ്ങളും ഒരു നിഴൽ മാത്രമാണ്. ഒത്തിരി പേർ ആടുകളെയും കാളകളെയും പക്ഷികളെയും ഒക്കെ അന്ന് യാഗം കഴിക്കുമായിരുന്നു. അത് വരാനിരിക്കുന്ന ഒരു പരമയാഗത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ വരാനിരിക്കുന്ന അതിൻ്റെ ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. സിനിമയിലൊക്കെ കാണുന്നൊരു കാഴ്ചയാണ്, പഴയ കാര്യങ്ങൾ കാണിക്കുമ്പോൾ പണ്ടൊരു കാര്യം, ഒരു നായകൻ നായികയൊക്കെ ഉണ്ട്, പക്ഷേ പഴയ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം കാണിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കും. കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാർത്തയിൽ കാണാം, പല ഡോക്യുമെൻ്ററികളിൽ കാണാം. പഴയ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കും. എന്നാൽ റെലവൻ്റായി ഇന്നത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഫുൾ കളറിൽ വരും. പഴയ നിയമം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഫ്ലാഷ് ബാക്കാണ്. അത് വന്നു കഴിഞ്ഞു തീർന്നു. എന്നാൽ പുതിയ നിയമം യേശു ആരംഭിച്ചു. അത് ഇന്ന് നമ്മുടെ കാലത്ത് നിലവിലിരിക്കുന്ന ഉടമ്പടിയാണ്, നിലവിലിരിക്കുന്ന ഒരു നിയമമാണ്. ഇന്ന് നമ്മൾ പഴയ നിയമത്തിലല്ല, നിഴലിൻ്റെ കീഴിലല്ല ജീവിക്കുന്നത്, പിന്നെ പൊരുളിലാണ് അല്ലെങ്കിൽ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8:12 എല്ലായ്പ്പോഴും ഞാൻ കോട്ട് ചെയ്യുന്ന ഒരു വചനമാണ്. അതിൽ കാണുന്നത് യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ നിഴലാകുന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, പ്രകാശമാകുന്നു. ഹല്ലേലൂയ. യേശു ആരാണ്? ഈ ലോകത്തിലേക്ക് വന്ന നിഴലല്ല. മോശെ ഈ ലോകത്തിലേക്ക് വന്ന നിഴലായിരുന്നു. അബ്രഹാം ഈ ലോകത്തിലേക്ക് വന്ന ഒരു നിഴലായിരുന്നു. ആദാം ഈ ലോകത്തിലേക്ക് വന്ന ഒടുക്കത്തെ ആദാമിനുള്ള ഒരു നിഴലായിരുന്നു. അത് യേശുവാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കാണുന്നതെല്ലാം നിഴലാണ്. എന്നാൽ യേശുവോ നിഴലല്ല, അവൻ പൊരുളാണ്, അവൻ പ്രകാശമാണ്, ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശു വന്ന ശേഷം ഇനി നമ്മൾ നിഴലിലല്ല ജീവിക്കുന്നത്, നാം വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. 2 കൊരിന്ത്യർ 3:13 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കാൻ പോവുകയാണ്. 2 Corinthians chapter 3:13-18. മാഞ്ഞു പോയിക്കൊണ്ടിരുന്ന മുഖ തേജസ് ഇസ്രായേലിയർ കാണാതിരിക്കുവാൻ മോശെ തൻ്റെ മുഖം മൂടുപടം കൊണ്ട് മറച്ചു. നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. എന്നാൽ ശ്രദ്ധിക്കണം, മോശയുടെ കാലത്ത് ഒരിക്കൽ മോശ മലമുകളിൽ കയറിയ സമയത്ത് ദൈവവുമായി അഭിമുഖം കണ്ടു, നേരെ കണ്ടു. പക്ഷെ ആ സമയത്ത് താൻ പോലും അറിയാതൊരു സംഭവം ഉണ്ടായി. എന്താണ് ഉണ്ടായത്? മോശയുടെ മുഖത്ത് ഫെയർ ആൻഡ് ലവ്ലി തേച്ചിട്ടല്ല, പിന്നെ എങ്ങനെയാ? ദൈവത്തിൻ്റെ പ്രകാശം അടിച്ചിട്ട് തൻ്റെ മുഖത്ത് ഭയങ്കരമായ ഒരു ശോഭ, ഭയങ്കരമായ ഒരു തേജസ് വരാൻ തുടങ്ങി. താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ ഈ മുഖത്തെ പ്രകാശം, തേജസ് കുറയാൻ തുടങ്ങി. കുറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹം ചെയ്തത് ഒരു വലിയ ഒരു മൂടുശീല, ഒരു തുണിയെടുത്ത് മുഖത്തേക്ക് ഇട്ടു. മോശ എങ്ങനെയാണ് ഇപ്പോൾ താഴേക്ക് വരുന്നത്? ഒരു മുഖം തുണി കൊണ്ട് മൂടിയാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്തിനാണ് ഇതിട്ടത്? അവിടെ പറയുന്നത് ആ പ്രകാശം, തേജസ് തന്നിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫെയ്ഡ് ചെയ്ത് മങ്ങി 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 തീർന്നുകൊണ്ടിരിക്കുന്നത് ആരും കാണാതിരിക്കാൻ വായിച്ചു. മാഞ്ഞു പോയിക്കൊണ്ടിരുന്ന മുഖ തേജസ്
ഇസ്രായേലിയർ കാണാതിരിക്കാൻ വേണ്ടി മോശെ തന്റെ മുഖം മൂടുപടം കൊണ്ട് മറച്ചു. ഏതോ ഒരു നല്ലൊരു ടവൽ എടുത്ത് മൂടുപടം കൊണ്ട് തന്നെ മറച്ചു. നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. വലത്തെ കൈ ഉയർത്തിയിട്ട് പറ, നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. എന്ന് വെച്ചാൽ എന്ത് മനസ്സിലായി? നമ്മുടെ മുഖത്തുള്ള ദൈവം തരുന്ന തേജസ് മാഞ്ഞു പോകുമ്പോൾ അത് നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടി ഒരു തോർത്തിട്ട് അത് മൂടേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവം തരുന്ന തേജസ് മാഞ്ഞ് പോകുന്നതല്ല. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിൻ്റെ വെളിച്ചം എൻ്റെ മേൽ അടിച്ചിട്ട് എന്നിൽ നിന്നും പുറത്തേക്ക് വരുന്ന തേജസ് മങ്ങി പോകുകയല്ല, കൂടുതൽ പ്രകാശിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇതാണ് പൗലോസ് അവിടെ പറയുന്നത്. താഴെ കൂടെ വായിച്ചാൽ മനസ്സിലാവും. എന്നാൽ ഇസ്രായേലിയുടെ മനസ്സ് കഠിനമായി പോയിരുന്നു. ഓക്കെ, പഴയ ഉടമ്പടി വായിക്കുമ്പോഴൊക്കെ, പഴയ നിയമ പുസ്തകങ്ങൾ, പഴയ ഉടമ്പടി വായിക്കുമ്പോഴൊക്കെയും അതേ മൂടുപടം ഇന്നും മാറാതെ ശേഷിക്കുന്നു. ഇനി ആർക്കെങ്കിലുമൊക്കെ അതേപോലെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പഴയ നിയമത്തിന്റെ കീഴിലേക്ക് പോയാൽ മതി. മൂടുപടം വീണ്ടും നമ്മുടെ മേൽ വന്ന് വീഴും. ഒന്നും ക്ലിയർ ആവില്ല, നമുക്ക് ഒന്നും വ്യക്തമല്ലാതായി തീരും. വായിക്കാം. അതേ മൂടുപടം ഇന്നും മാറാതെ ശേഷിക്കുന്നു. ഇന്നും മാറാതെ അവശേഷിക്കുന്നു. അത് ക്രിസ്തുവിൽ മാത്രമാണ് നീങ്ങിപ്പോകുന്നത്. ഈ മൂടുപടം നീങ്ങിപ്പോകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ തൻ്റെ മുഖത്തുള്ള ആ മൂടുപടം മുഴുവൻ പിച്ച് ചീന്തിക്കളഞ്ഞ് തൻ്റെ ശരിയായ മുഖം തേജസ് പുറത്തേക്ക് വരുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ക്രിസ്തുവിൽ നിന്നും ഇതുപോലൊരു പ്രകാശത്തിൽ ജീവിക്കണം? അങ്ങനെയുള്ള വലത്തേക്കരം ഉയർത്തി കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് വേണ്ടത് ക്രിസ്തുവിൽ നിന്നുള്ള ഈ തേജസ്സാണ്. മൂടുപടം ക്രിസ്തുവിൽ മാത്രമാണ് നീങ്ങിപ്പോകുന്നത്. വായിക്കാം. ഇന്നുവരെയും മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരു മൂടുപടം അവരുടെ ഹൃദയങ്ങളിൽ ശേഷിക്കുന്നു. ആര് യഹൂദന്മാർ അത് വായിച്ചാലും നമ്മളത് വായിച്ചാലും പഴയ നിയമം വായിക്കുമ്പോൾ എന്തൊരു മൂടുപടം നമ്മുടെ മേൽ കിടപ്പുണ്ട്. ഓക്കെ, എന്നാൽ ഒരുവൻ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. എല്ലാവരും ചേർന്ന് പറയാം, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ. ഉറക്കെ, മൂടുപടം നീങ്ങിപ്പോകുന്നു. വേഗത്തിൽ പറയാം, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. ഒരിക്കൽ കൂടെ, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. വായിക്കാം. കർത്താവ് ആത്മാവാകുന്നു. നമ്മുടെ കർത്താവ് മരക്കഷ്ണമല്ല, നമ്മുടെ കർത്താവ് പാറക്കഷ്ണമല്ല, നമ്മുടെ കർത്താവ് അചേതനമായൊരു വസ്തുവല്ല. നമ്മുടെ കർത്താവ് ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ 4:24 അത് പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത്, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ബാൽക്കണി താഴെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം വലതുകരം ഉയർത്തി കാണിക്കാം. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. ശരിക്കും വിശ്വാസമുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടെന്ന് ശരിക്കും വിശ്വാസമുള്ളവർ കരം ചലിപ്പിച്ച് കാണിക്കും. അങ്ങനെയെങ്കിൽ ആ വാക്യത്തിൻ്റെ 2ാം പകുതിയിൽ പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വതന്ത്രരാകേണ്ടവർക്ക് സ്വതന്ത്രരാകാം. അടിമത്വങ്ങളിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും, പുകവലിയിൽ നിന്നും, ഡ്രഗ്സിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് ഇവിടെ സ്വതന്ത്രരാകാം. ഹല്ലേലൂയ. ഭയത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വെച്ച്, നാളെയല്ല ഇന്ന് ഇവിടെ വെച്ച് സ്വതന്ത്രമാകാം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്വതന്ത്രരാകാം. ഹല്ലേലൂയ. കൈകളെ ഉയർത്തിക്കൊണ്ട് പറയാം, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിയ മുഖത്ത് എങ്ങനെയാണ് മൂടുപടം നീങ്ങിപ്പോകുന്നത്? ആർക്ക് പറയാം?
കർത്താവിൻ്റെ നേരെ തിരിയുമ്പോൾ 100 മാർക്ക്. എങ്ങനെയാണ് തിരിയുന്നത്? ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനിലേക്ക് നാം തിരിയുമ്പോൾ മൂടുപടം നമ്മിൽ നിന്നും മാറിപ്പോകുന്നു. അങ്ങനെ മൂടുപടം മാറിയ ആ മുഖത്ത് എന്ത് സംഭവിക്കുന്നു? കർത്താവിന്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരായ നാം, കർത്താവിന്റെ തേജസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന നമ്മൾ, ആത്മാവായ കർത്താവിൽ നിന്നുള്ള തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. മോശയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ മുഖത്തെ തേജസ് മങ്ങി 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 അവസാനം പഴയതുപോലെയാണ്. നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല. യേശുവിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ആത്മീയ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതിന്റെ ഡിഗ്രി കൂടി 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 വായിക്കാം. അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, അവസാനം അവന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചു. നമ്മൾ രൂപാന്തരം പ്രാപിച്ചു വരുന്നു. ഇതൊന്നും അറിയാതെയാണ് പലരും പ്രാർത്ഥനയ്ക്ക് വരുന്നതും പോകുന്നതും. ഒന്നും മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ സത്യം അറിയുമ്പോൾ സത്യം നമുക്കൊരു വലിയ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന് തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്നൊരു തീരുമാനമെടുക്കാൻ കഴിയും? ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വേദപുസ്തകം എടുത്തുകൊണ്ട് നടക്കുകയല്ല. മൂടുപടം നീങ്ങിയ മുഖത്ത് യേശു കർത്താവിൻ്റെ തേജസ്സിനെ കൂടുതൽ കൂടുതൽ പ്രാപിച്ച് 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 അവസാനം അവൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന ഒരു യാത്രയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഞാൻ അതിൽ ഫോക്കസ് ചെയ്യും. ഞാൻ അതിൻ്റെ അറ്റത്ത്, അതിൻ്റെ ആ പൂർണ്ണതയിൽ എത്തിച്ചേരും. അങ്ങനെ തീരുമാനിക്കുന്നവർ ഹല്ലേലൂയ പറയാം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹേമലത എന്നൊരു പേര് കർത്താവിനെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വയറിനകത്ത് ചില സമയങ്ങളിൽ ഇങ്ങനെ വല്ലാതെ വീർത്തു വരുന്നതും വയറിനകത്ത് ചില പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം ആ വ്യക്തി സൗഖ്യം ആകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ കണ്ണൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുകയാണ്. നിങ്ങളുടെ കാലിലെല്ലാം നീര് വന്നിട്ട് ജോലിക്ക് പോലും പോകുവാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ. ചില പ്രാണി കടിച്ചത് നിമിത്തമായിട്ട് മുറിവുകൾ ഉണങ്ങാതെ ആ ഭാഗത്തിൽ വ്രണം ഇങ്ങനെ നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകുകയാണ്. ചില ആന്തരിക അവയവങ്ങൾക്കകത്തേക്ക് കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരികയാണ്. വൃക്കയ്ക്കകത്ത് പ്രശ്നമുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ ശ്വാസകോശങ്ങളിൽ അകത്തുള്ള അണുബാധ ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. ന്യൂമോണിയ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. രക്തത്തിനകത്തുള്ള ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ശരീരത്തിലെ തൊലിപ്പുറത്ത് മാറ്റമുള്ള ചില വ്യക്തികൾ, അതായത് ഒരു ശരീരം മുഴുവൻ ഇങ്ങനെ പാണ്ഡുരോഗം പോലെ വന്നുകൊണ്ടിരിക്കുന്നത്, പടർന്നുകൊണ്ടിരിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാനതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവേ, ആ ശരീരത്തിൽ ആ വെളുത്ത പാടുകൾക്ക് മുകളിലേക്ക് സാധാരണ ത്വക്ക് വന്ന് പൊതിയട്ടെ, സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നതായി കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ IVF തുടങ്ങിയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി പരാജയപ്പെട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇനി അത് പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ അല്ല, പല കുഞ്ഞുങ്ങളെ കർത്താവ് നൽകാനായി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരെ ഞാൻ ഒരു അപ്പനും അമ്മയുമായി പ്രഖ്യാപിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്. ഇന്നത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവികമായ ഒരു പ്രത്യേക സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ കരഞ്ഞുകൊണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തതിനെ പ്രതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ കർത്താവ് കാണി. എത്ര വർഷങ്ങളായിട്ടുണ്ടെങ്കിലും കർത്താവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ, പ്രെയർ കോൾ സെൻ്ററിൻ്റെ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ അറിയിക്കുക. അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാനായിട്ട് പോകുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. കർത്താവെ, ഓരോ രോഗികളും സൗഖ്യമാകട്ടെ. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ. യൂറിനറി ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില പനികൾ, വിട്ടുമാറാത്ത പനി, ഡെങ്കു ഫീവർ തുടങ്ങിയുള്ള ചില പനികൾ ഈ സമയത്ത് ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഓരോ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി, വിടുവിച്ചതിനായി നന്ദി, അങ്ങയുടെ കരം നീട്ടിയതിനായി നന്ദി. ദൈവികമായ സമാധാനവും ദൈവികമായ സന്തോഷവും ഈ കാണുന്ന ജനങ്ങളുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഇന്ന് ചങ്ങനാശ്ശേരിയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നാളെ പുനലൂരാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ 10 എന്നുള്ള ഡേറ്റ് മറക്കരുത്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥനയിൽ പങ്കുചേരുക. വലിയ വിടുതലുകൾ പ്രതീക്ഷിക്കുക. അടുത്ത ആഴ്ചയിൽ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് ലിവിങ് ഇൻ ദ മാർവലസ് ലൈറ്റ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിൽ ജീവിക്കുക. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഭ്രാന്ത് പിടിച്ച് പ്രവചിക്കുന്നവൻ എന്ന് ശമയാവ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ടു ഹൂം ഡിഡ് ഷെമയ സേ ദാറ്റ് ഹി വാസ് പ്രൊഫസൈയിങ് വിത്ത് മാഡ്നസ്? ഓപ്ഷൻസ്: എ ഇരമ്യാവ്, ബി സിദക്യാവ്, സി ആഹാബ്, ഡി മിഖായാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.